വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി ഒടുവിൽ എന്നതിൽ വി.ഡി. സതീശൻ ക്യാമ്പും അതുപോലെ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയൊക്കെ വലിയ സന്തോഷത്തിലായിരുന്നു. എന്തായാലും ഈ സന്തോഷത്തിന് ഒരു 2 ദിവസത്തെ ആയുസേ ഉണ്ടായുള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. നാളെ മന്ത്രിസഭാ രൂപീകരണത്തിന് അല്ലെങ്കിൽ സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോട്ട് വരുമ്പോൾ മന്ത്രിസഭയിലെ അംഗങ്ങളുടെ ലിസ്റ്റ് നോക്കുമ്പോൾ വി.ഡി. സതീശൻ എത്രത്തോളം പരുങ്ങലിലായി കോൺഗ്രസിലെ സ്ഥിതി എന്ന് മനസ്സിലാകുകയാണ്. എന്ന് മാത്രമല്ല കെ.സി. വേണുഗോപാൽ എത്രത്തോളം മുന്നോട്ട് പോയി. സത്യത്തിൽ ആക്ടിംഗ് മുഖ്യമന്ത്രിയായിട്ട് വരാൻ പോകുന്നത് അല്ലെങ്കിൽ യഥാർത്ഥ മുഖ്യമന്ത്രിയായിട്ട് വരാൻ പോകുന്നത് കെ.സി. വേണുഗോപാലാണ് എന്നുള്ളതാണ് സ്ഥിതി. വി.ഡി. സതീശന് മുഖ്യമന്ത്രി പദത്തിലിരിക്കാം എന്നുള്ളതേ ഉള്ളൂ. വകുപ്പുകളൊക്കെ മുഖ്യമായിട്ടും കെ.സി. വേണുഗോപാൽ, അത് കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയും കൂടെ ഭരിക്കും എന്നുള്ളതാണ് സ്ഥിതി. മന്ത്രിമാരുടെ പട്ടിക പുറത്തു വന്നു കഴിഞ്ഞു. ഇതിൽ ആദ്യത്തേത് പറയേണ്ടത് രമേശ് ചെന്നിത്തല തീർച്ചയായിട്ടുമുണ്ട്. അദ്ദേഹം ആഭ്യന്തരവും അതുപോലെ വിജിലൻസും കൈകാര്യം ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ സണ്ണി ജോസഫാണ്. KPCC പ്രസിഡന്റ് സ്ഥാനം ഒരു കാലത്ത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ, കോൺഗ്രസ് നേതാക്കന്മാർ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയായിട്ട് കണ്ടിരുന്നതാണ്. AK ആന്റണിയൊക്കെ മുഖ്യമന്ത്രി സ്ഥാനം വേണ്ട, തനിക്ക് സംഘടനാ സംവിധാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയായ KPCC പ്രസിഡന്റ് സ്ഥാനം മതി എന്ന് പറഞ്ഞ് എത്രയോ കാലം നിന്നിട്ടുള്ളതാണ് KPCC പ്രസിഡന്റ് സ്ഥാനം. എന്നാൽ ഇപ്പോൾ KPCC പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്നവർക്കൊക്കെ മന്ത്രിയാകണം. എല്ലാവർക്കും പാർലമെന്ററി വ്യാമോഹം മാത്രമേ ഉള്ളൂ. സണ്ണി ജോസഫ് ആകട്ടെ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോൾ KPCC സ്ഥാനം, പ്രസിഡന്റ് സ്ഥാനം ഒഴിയെന്നൊക്കെ പറഞ്ഞെങ്കിൽ അതുപോലും ഒഴിയാതെ KPCC പ്രസിഡന്റ് സ്ഥാനം കയ്യിൽ വെച്ചുകൊണ്ടാണ് അവർ മത്സരിച്ചത്. എന്തായാലും മത്സരിച്ച് വിജയിച്ചു. അന്ന് വിജയിക്കുമോ എന്നുള്ള ആശങ്കയുണ്ടായിരുന്നു. കാരണം അവിടെ ശൈലജ ടീച്ചറാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. അപ്പോൾ വിജയിച്ചില്ലെങ്കിലോ, അതുകൊണ്ട് KPCC പ്രസിഡന്റ് സ്ഥാനം വിട്ടുകളയണ്ട എന്ന് വെച്ചിട്ട് അതുകൂടെ കയ്യിൽ വെച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹം മന്ത്രിയാകുകയാണ്. റവന്യൂ വകുപ്പ് മന്ത്രിയാകും എന്നാണ് പറയുന്നത്. ഇദ്ദേഹം KC വേണുഗോപാലിന്റെ കൂടെയാണ് എന്ന് നമുക്കറിയാം. ഇനി മറ്റ് മന്ത്രിമാരെടുത്താൽ AP അനിൽകുമാർ, അത് KC വേണുഗോപാലിന്റെ വിശ്വസ്തനാണ്. PC വിഷ്ണുനാഥ് KC ഗ്രൂപ്പിലാണ്. T സിദ്ദിഖ് വീണ്ടും KC വേണുഗോപാൽ ഗ്രൂപ്പിലാണ്. ബിന്ദു കൃഷ്ണ KC വേണുഗോപാലിനൊപ്പമാണ്. M ലിജു KC വേണുഗോപാലിനൊപ്പമാണ്. ജനീഷ് KC വേണുഗോപാലിനൊപ്പമാണ്. റോജി M ജോൺ KC വേണുഗോപാലിന് ഒപ്പമാണ്. ഇനി അല്ലാതെ ആരുണ്ട് എന്ന് ചോദിച്ചാൽ ആകെക്കൂടെയുള്ളത് K മുരളീധരൻ. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണം എന്ന് പ്രത്യക്ഷ നിലപാട് തന്നെ എടുത്ത് മുന്നോട്ട് വന്ന നേതാവായിരുന്നു K മുരളീധരൻ. K മുരളീധരൻ മാത്രമാണ് വി.ഡി. സതീശൻ പക്ഷത്തു നിന്ന് മന്ത്രിസഭയിൽ ഇടം നേടിയിട്ടുള്ളത്. വി.ഡി. സതീശൻ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരണം എന്ന് ഏറ്റവും ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയായ ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കർ പദവി കൊണ്ട് ഒതുങ്ങി കഴിയേണ്ട സ്ഥിതിയാണുള്ളത്. ഇനി മറ്റൊരു കാര്യമുള്ളത്, വി.ഡി. സതീശന് എന്ത് വകുപ്പ് കിട്ടി എന്നുള്ളതാണ്. മുഖ്യമന്ത്രി കയ്യിൽ വെക്കുന്ന ആഭ്യന്തരം കിട്ടിയില്ല, വിജിലൻസ് അതും കിട്ടിയില്ല. ഇപ്പോൾ അദ്ദേഹം നിയമം അതുപോലെ ധനകാര്യം തുടങ്ങിയ വകുപ്പുകൾ കയ്യിൽ വെച്ചിട്ടുണ്ട്. K മുരളീധരനാണെങ്കിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വകുപ്പ് വൈദ്യുതിയാണ്. എന്നാൽ വൈദ്യുതി വകുപ്പല്ല തനിക്ക് വേണ്ടത്, ആരോഗ്യ വകുപ്പാണ് വേണ്ടത് എന്നതാണ് മുരളീധരന്റെ നിലപാട്. അതിനുവേണ്ടിയായിരുന്നു അദ്ദേഹം ശ്രമിച്ചത്. വൈദ്യുതി വകുപ്പ് കിട്ടാത്തപ്പോൾ മുരളീധരൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ വി.ഡി. സതീശൻ ക്യാമ്പിലുള്ളവരെല്ലാം ഇപ്പോൾ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത്, വകുപ്പ് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. മന്ത്രിമാർ മാത്രമാണ് നാളെ സത്യപ്രതിജ്ഞ ചെയ്യുക. പിന്നീടാണ് വകുപ്പുകൾ തീരുമാനിക്കപ്പെടുക. അത് മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കുക. അപ്പോൾ വകുപ്പിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ മാത്രമാണ് K മുരളീധരൻ ഇപ്പോൾ മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. വിദ്യുത് ശക്തി വകുപ്പാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആരോഗ്യം ലഭിക്കുന്നില്ല എന്ന് വരികയാണെങ്കിൽ എന്ത് നിലപാടിലേക്കായിരിക്കും K മുരളീധരൻ പോവുക എന്നുള്ളത് കാത്തിരുന്ന് കാണണം. അതോടൊപ്പമാണ് മറ്റ് കോൺഗ്രസിന് കിട്ടിയ പ്രധാന വകുപ്പുകളെല്ലാം, ആഭ്യന്തരവും വിജിലൻസും രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടി. അതുപോലെ തന്നെ നിയമം, അതുപോലെ തന്നെ ധനകാര്യം, ഈ വകുപ്പുകൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കയ്യിൽ വെക്കും. ഇത് കഴിഞ്ഞാൽ മറ്റു വകുപ്പുകളെല്ലാം ഫലത്തിൽ KC വേണുഗോപാലിന്റെ നിയന്ത്രണത്തിലാവും. കാരണം അദ്ദേഹത്തെ നേതാവായിട്ട് കാണുന്ന താരതമ്യേന ജൂനിയർ ആയിട്ടുള്ളവരാണ് അദ്ദേഹം മന്ത്രിമാരായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അവരെല്ലാം KC വേണുഗോപാലിന്റെ അവസാന വാക്കായിട്ട് കാണാനാണ് സാധ്യത. അങ്ങനെ വരികയാണെങ്കിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശന് എന്ത് നിയന്ത്രണമാണ് ക്യാബിനറ്റ് മേലെ ഉണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം. ക്യാബിനറ്റിന് മേൽ നിയന്ത്രണമില്ല, പ്രധാന വകുപ്പുകളും കയ്യിലില്ല. ഈ രീതിയിൽ എങ്ങനെ മുഖ്യമന്ത്രി മുന്നോട്ട് പോകും എന്ന ചോദ്യം ഒരു വശത്ത്. ഇനി മറുവശത്തുള്ള മറ്റൊരു പ്രശ്നം, മുസ്ലിം ലീഗ് വളരെ തന്ത്രപരമായിട്ട് ഈ പ്രശ്നത്തിൽ ഇടപെട്ടിട്ട് 5ാം മന്ത്രിസ്ഥാനം തങ്ങളുടെ സ്ഥിരം അവകാശമായിട്ട് മാറ്റി. നമുക്കറിയാം, കഴിഞ്ഞ തവണ 5ാം മന്ത്രിസ്ഥാനം വേണം എന്ന ലീഗിന്റെ ആവശ്യം അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറായിരുന്നില്ല. വലിയ തോതിലുള്ള എതിർപ്പ് കോൺഗ്രസിൽ നിന്നുണ്ടായി. വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പോലും അന്ന് അതിനെതിരായിരുന്നു. ആ എതിർപ്പിനെ എല്ലാം അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ തട്ടിമാറ്റിക്കൊണ്ട് ലീഗ് 5ാം മന്ത്രിസ്ഥാനം നേടിയെടുക്കുന്ന സാഹചര്യമാണ് അന്നുണ്ടായത്. എന്നാൽ ഇത്തവണ അത്തരത്തിലൊരു ചർച്ചയേ ഇല്ല. നേരിട്ട് 5 മന്ത്രിസ്ഥാനങ്ങൾ ലീഗ് നേടിയെടുത്തു. അതിനപ്പുറത്തേക്ക് ഇനി കേൾക്കുന്നത് MK മുനീറിന് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയൊക്കെ വെച്ച് ക്യാബിനറ്റ് റാങ്കിൽ ഒരു പദവി കൂടി കിട്ടുമെന്നാണ്. ഫലത്തിൽ 6 മന്ത്രിമാർ. അത് മാത്രവുമല്ല,
ടേം ഷെയറിങ് 2.5 വർഷം കഴിയുമ്പോൾ ഒരു മന്ത്രി മാറുമെന്ന് ലീഗ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഫലത്തിൽ 7 മന്ത്രിമാരെ കിട്ടുന്ന സാഹചര്യം ലീഗിനുണ്ടായി. വെറുതെ അല്ല ലീഗ് VD സതീശനെ എത്രത്തോളം സുഖിപ്പിച്ചു കൊണ്ട് നടന്നത് എന്ന് മനസ്സിലായില്ലേ? വെറുതെ അല്ല പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ പ്രശ്നം നേരിടും എന്ന ഒരു ഭീഷണി ചില കേന്ദ്രങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസ് പരിഗണിക്കുന്നത് ആരായിരിക്കണം എന്ന തർക്കം വന്നപ്പോൾ പോലും ജനങ്ങളുടെ അംഗീകാരമുള്ള VD സതീശൻ അല്ലെങ്കിൽ പ്രിയങ്ക വയനാട്ടിൽ പ്രതിസന്ധി നേരിടും എന്ന പ്രചരണം എന്തുകൊണ്ടുണ്ടായി, ഏത് കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായി എന്നൊക്കെയുള്ള സൂചന നൽകുന്ന ഒരു കാര്യം കൂടി ഇതിനടങ്ങിയിട്ടുണ്ട്. എന്തായാലും ലീഗ് വിചാരിച്ചത് കോൺഗ്രസിനെ കൈപ്പിടിയിൽ ഒതുക്കാമെന്നാണ്. അത് സംസ്ഥാന തലത്തിൽ ഏറെക്കുറെ സാധിച്ചിട്ടുണ്ടെങ്കിലും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം, ഹൈക്കമാൻഡ് അതിന് പൂർണ്ണമായിട്ട് നിന്നുകൊടുത്തിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് KC വേണുഗോപാൽ ക്യാമ്പിന് ഇത്ര വലിയ പ്രാതിനിധ്യം മന്ത്രിസഭയിൽ കിട്ടിയത്. അവസാന ഘട്ടത്തിൽ, അതായത് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ട സാഹചര്യം വന്നപ്പോൾ രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും മണിക്കൂറുകൾ ഒരുമിച്ചിരുന്ന് എടുത്ത തീരുമാനത്തിൽ ഒന്നുകൂടി ആയിരിക്കാം ഈ രീതിയിലുള്ള ഒരു ക്യാബിനറ്റ്. ഇതിനേക്കാളും എല്ലാം ഉപരി KC ക്യാമ്പ് ഇപ്പോൾ പറയുന്ന ഒരു കാര്യം, ഇത്തരത്തിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു സമ്മർദ്ദ തന്ത്രം VD സതീശന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. കാരണം കഴിഞ്ഞ തവണ രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവാക്കണം എന്ന ആവശ്യമാണ് പൊതുവെ കേരളത്തിലെ കോൺഗ്രസിൽ ഉണ്ടായിരുന്നത്. അതിനെ തട്ടിമാറ്റിക്കൊണ്ട് ഒരു പുതിയ നേതൃത്വം വരട്ടെ, യുവത്വം വരട്ടെ എന്ന ചിന്തയോടെ VD സതീശനെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചത്, അതിന് തീരുമാനമെടുത്തത്, അതിന് മുൻകൈയെടുത്തത്, അതിന് ഹൈക്കമാൻഡിനെ പ്രേരിപ്പിച്ചതൊക്കെ KC വേണുഗോപാലായിരുന്നു. എന്നിരിക്കെ KC വേണുഗോപാലിന് കിട്ടേണ്ട മുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശവാദം ഉന്നയിക്കാൻ, അതും ഇത്രത്തോളം ശക്തമായി ഉന്നയിക്കാൻ VD സതീശൻ നിൽക്കുമെന്ന് കരുതിയിരുന്നില്ല. ഇത് വലിയ ശക്തമായ നന്ദികേടാണ് VD സതീശന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് VD സതീശനെ അതേ രീതിയിൽ കാണണം എന്ന സന്ദേശം KC വേണുഗോപാൽ ക്യാമ്പിൽ രഹസ്യമായെങ്കിലും പ്രചരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മുതിർന്ന നേതാക്കന്മാരുടെ ഇടയിലുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് രീതിയെങ്കിൽ സ്വാഭാവികമായിട്ടും ക്യാബിനറ്റ് നടത്തിക്കൊണ്ടുപോകുന്നതിന് VD സതീശൻ വലിയ തോതിൽ വിയർക്കേണ്ടി വരും. അത് തുടക്കത്തിൽ തന്നെ ഈ രീതിയിൽ നിൽക്കുകയാണ്. ഇനി ഏക സാധ്യത ഇന്ന് നടക്കുന്ന ചർച്ചയിൽ, അതായത് സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പോ ശേഷമോ നടക്കുന്ന ചർച്ചയിൽ വകുപ്പ് തീരുമാനിക്കുന്നതിന് മുമ്പ് VD സതീശന് എന്ത് മാറ്റം അതിൽ വരുത്താൻ സാധിക്കും ഈ പട്ടികയിൽ, മന്ത്രിമാരുടെ പട്ടികയിൽ എന്നതാണ്. അല്ലെങ്കിൽ വകുപ്പുകൾ എങ്ങനെ വിഭജിക്കാം എന്നതിൽ എന്ത് മാറ്റം വരുത്താൻ സാധിക്കും എന്നുള്ളതാണ്. പക്ഷേ വലിയ സാധ്യതകൾ അതിൽ കാണുന്നില്ല. ഇനി VD സതീശന് കിട്ടിയ വകുപ്പാകട്ടെ, പ്രധാന വകുപ്പ് ധനകാര്യമാണ്. ഈ വകുപ്പ് വെച്ച് അദ്ദേഹം തന്നെ എന്ത് ചെയ്യും എന്ന ചോദ്യവും മുന്നിലുണ്ട്. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏത് മന്ത്രിസഭ വന്നാലും വിഭവ സമാഹരണത്തിനുള്ള പ്രത്യേക പദ്ധതികൾ ഒന്നും തന്നെ ഇപ്പോൾ മുന്നിൽ കാണാനില്ല. അത്തരത്തിലുള്ള ഒരു പദ്ധതിയും കേരളത്തിലില്ല. അത്തരം പദ്ധതികൾക്കുള്ള ആശയങ്ങളുമില്ല. ഇനി ഈ സർക്കാർ വന്നിട്ടാണെങ്കിൽ അത്തരം പദ്ധതികൾ കൊണ്ടുവന്ന് നടപ്പാക്കി ധനസമാഹരണം എന്നതൊക്കെ വളരെയധികം സമയമെടുക്കും. അതോടൊപ്പം ചെലവ് വർദ്ധിക്കാനുള്ള കുറേ സാധ്യതകൾ VD സതീശന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ പ്രകടന പത്രികയിൽ തന്നെയുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം വലിയ കോടികളുടെ കടമുള്ള KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന പ്രഖ്യാപനമാണ്. ഇത് നടപ്പാകുന്നതോടുകൂടി ഇപ്പോൾ തന്നെ വലിയ പ്രതിസന്ധി നേരിടുന്ന KSRTC ആഴമേറിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക്, നിലനിൽപ്പ് തന്നെ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്ന സ്ഥിതിയിലേക്ക് KSRTC എത്തും. അടുത്തത് മറ്റൊന്ന്, ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുകയാണ്. ഏതാണ്ട് 60 ലക്ഷത്തിലേറെ പേർക്ക് പ്രതിമാസം 1000 രൂപ പെൻഷൻ വർധന എന്ന് പറയുന്നത് സർക്കാരിന് പ്രതിവർഷം ഉണ്ടാക്കി വെക്കാൻ പോകുന്ന സാമ്പത്തിക ബാധ്യത വളരെ വലുതാണ്. ഇനി മറ്റൊന്നുള്ളത്, വിദ്യാർത്ഥികൾക്ക്, പെൺകുട്ടികൾക്ക് മാസം തോറും 1000 രൂപ നൽകുന്നു എന്ന് പറയുന്നതാണ്. ഇതും ഏറെ ചെലവ് വരുത്തുന്ന പദ്ധതിയാണ്. മറ്റൊന്ന്, ഒരു കുടുംബത്തിന് 25 ലക്ഷം രൂപ ചികിത്സാ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ 3.5 കോടിയോളം വരുന്ന കേരളത്തിൽ ഒരു കുടുംബത്തിൽ 4 പേർ എന്ന് വെച്ച് കണക്കാക്കിയാൽ ഏതാണ്ട് 75 ലക്ഷത്തിലേറെ കുടുംബങ്ങൾ ഉണ്ടാകും. ഇത്രയും കുടുംബങ്ങൾക്ക് 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ്, ചികിത്സാ ഇൻഷുറൻസ് സർക്കാർ നൽകുക എന്ന് പറയുന്നത് എത്ര ഭീമമായ ചെലവായിരിക്കും സർക്കാരിന് മേൽ വരുത്തി വെക്കുക. ഇത്രയും ചെലവുകളെ കണ്ടെത്താൻ, അതോടൊപ്പം തന്നെ നമുക്കറിയാം കഴിഞ്ഞ 2 പിണറായി സർക്കാരുകൾ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുന്ന വിഹിതം നൽകാറില്ല എന്ന് മാത്രമല്ല പല ബഡ്ജറ്റ് വിഹിതവും വെട്ടിക്കുറയ്ക്കുകയും ചെയ്ത വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന 5 ലക്ഷം കോടിയോളം കടമുള്ള, അത് ഈ കടത്തിന്റെ കണക്ക് കഴിഞ്ഞ ബഡ്ജറ്റ് അവതരണ വേളയിലാണ്. ഏതാണ്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ നടത്തിയ ചെലവൊന്നും അതിൽ വന്നിട്ടുണ്ടാവില്ല. വലിയ തുകയാണ് പിണറായി സർക്കാർ അവസാന 2 മാസങ്ങളിലൊക്കെ ചെലവിട്ടത്. അത് പലതും സർക്കാരിന്റെ ഗ്യാരണ്ടിയിൽ ബാങ്കുകളിൽ നിന്നെടുത്ത ലോൺ പോലും അതിൽ ഉൾപ്പെടും. അവയ്ക്കൊക്കെ പലിശ സഹിതം തിരിച്ചടയ്ക്കേണ്ടുന്ന ബാധ്യത പുതിയ സർക്കാരിന് വരും. ഈ ബാധ്യതയൊക്കെ വരുമ്പോഴാണ്
നേരത്തെ പറഞ്ഞതുപോലെ ഫ്രീ ബീസ് എന്ന് പറയുന്ന സൗജന്യങ്ങൾ കൊടുത്തുകൊണ്ട് ജനങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള പദ്ധതി, ഇത് ജനങ്ങൾക്ക് നല്ലതാണെങ്കിലും സർക്കാരിന് ഇത്തരം പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? മറ്റൊന്ന്, സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം. അത് വലിയ ബാധ്യത സർക്കാരിനുണ്ട്. ഇനി അങ്ങോട്ടേക്ക് ശമ്പളം വർദ്ധിപ്പിക്കണം എന്ന ശക്തമായ ആവശ്യവുമായി ശക്തമായ സംഘടനകളുള്ള ഇടതുപക്ഷം മുന്നോട്ട് വരും. അതിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ അതിനും വഴങ്ങാൻ UDF സർക്കാർ നിർബന്ധിതമാകും. എന്നിരിക്കെ ഈ ധനകാര്യ വകുപ്പിൽ എന്ത് അത്ഭുതമാണ് VD സതീശൻ കാണിക്കാൻ പോകുന്നത് എന്നതാണ് ഇനി കാണേണ്ടത്. ഏക സാധ്യത കേന്ദ്രവിഹിതം നേടിയെടുക്കുക എന്നുള്ളതാണ്. ഇടതുപക്ഷ സർക്കാർ പലപ്പോഴും കേന്ദ്ര സർക്കാരുമായി ഏറ്റുമുട്ടലിന് പോയി കേന്ദ്രവിഹിതം നേടിയെടുക്കുന്നതിൽ പരാജയമായിരുന്നു. അത് മാറ്റി പുതിയ സംവിധാനത്തിലേക്ക് പോകാൻ, കേന്ദ്രവുമായി നല്ല ബന്ധം നിലനിർത്തിക്കൊണ്ട് വികസനപാതയിൽ മുന്നോട്ട് പോകാൻ കേരള സർക്കാർ ശ്രമിക്കുകയാണെങ്കിൽ മാത്രമാണ് UDF സർക്കാരിന് മുന്നിൽ, VD സതീശന് മുന്നിൽ ഒരു സാധ്യതയുള്ളത്. അല്ലെങ്കിൽ പാർട്ടി തന്നെ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹത്തെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അതോടൊപ്പം സാമ്പത്തിക പ്രതിസന്ധി എന്ന വലിയ ബുദ്ധിമുട്ട് കൂടി ഈ സർക്കാരിനെ, അതും ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയെ തന്നെ വിഴുങ്ങാൻ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് മനോനില നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് തന്നെ ബുദ്ധിമുട്ടായിരിക്കും. എന്ന് വെച്ചാൽ പാർട്ടിയിലെ പ്രശ്നങ്ങൾ, മുന്നണിയിലെ പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ കാണേണ്ടത് സത്യപ്രതിജ്ഞയുമായി സഹകരിക്കില്ല എന്ന് പറയുന്ന സാമുദായിക വിഭാഗങ്ങൾ ഉണ്ടായി വന്നിട്ടുണ്ട്. ലത്തീൻ വിഭാഗം ക്രിസ്ത്യാനികളിൽ അവർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ സത്യപ്രതിജ്ഞ ചടങ്ങ് ബഹിഷ്കരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മുസ്ലിം ലീഗ് കൊണ്ടുവന്നിരിക്കുന്ന മന്ത്രിമാർ പലരും മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നൊരു ആരോപണം ഉയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചാണ്ടി ഉമ്മനെ മന്ത്രിയാക്കാത്തതിൽ ഓർത്തഡോക്സ് സഭ അസന്തുഷ്ടമാണ്. അപ്പോൾ ഈ രീതിയിൽ ലത്തീൻ സഭ, ഓർത്തഡോക്സ് സഭ, അതുപോലെ തന്നെ മുസ്ലിങ്ങളിൽ തങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം കിട്ടിയില്ല എന്ന് വിചാരിക്കുന്ന വിഭാഗങ്ങൾ, ഇവരൊക്കെ മന്ത്രിസഭയുമായി UDFുമായി ഇടയുന്ന സാഹചര്യം കൂടി ഉണ്ടെങ്കിൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ വലിയ പ്രതിസന്ധി മുഖ്യമന്ത്രിയെ അതുപോലെ തന്നെ UDF മന്ത്രിസഭയെ കാത്തിരിക്കുന്നു എന്ന് വേണം കരുതാൻ.